ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് 7ാമത്തെ യൂണിറ്റായ ബേസിക്സ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന ചാപ്റ്റർ നമുക്കിന്ന് പഠിക്കാം. എന്താണ് ടെക്നിക്കൽ റൈറ്റിംഗ് ഓർ വാട്ട് ഈസ് മെന്റ് ബൈ ടെക്നിക്കൽ റൈറ്റിംഗ്? സാങ്കേതിക രചന എന്നാൽ എന്ത്? ഇറ്റ് മീൻസ് translating complex technical information into simple understandable language. അതായത് വളരെ സങ്കീർണവും കഠിനവുമായ സാങ്കേതിക വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് അഥവാ സാങ്കേതിക രചന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ clearly and directly to the target audience. Its intention is not to impress the audience but to inform the layman. അതായത് വളരെ വ്യക്തവും നേരിട്ടും വളച്ചൊടിക്കാതെയും കാര്യങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സാങ്കേതിക രചനയുടെ ഉദ്ദേശം. സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ശരിയായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Let's listen to some facts about technical writing. The first technical communicator in English is Geoffrey Chaucer, who is known as the father of English poetry. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെഫ്രി ചോസർ ആണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ സാങ്കേതിക രചയിതാവായി കണക്കാക്കപ്പെടുന്നത്. ജോസഫ് ഡി ചാപ്ലിൻ produced the first computational document in America in 1949. ആദ്യത്തെ കമ്പ്യൂട്ടേഷണൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ജോസഫ് ഡി ചാപ്ലിൻ ആണ്. 1949 അമേരിക്കയിലായിരുന്നു. He wrote the first user manual for BINAC computers. ബൈനാക് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യത്തെ പ്രായോഗിക മാർഗരേഖ തയ്യാറാക്കിയത്. The first advertisement for a technical writer was published in 1951. ടെക്നിക്കൽ റൈറ്ററെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ പത്രപരസ്യം വന്നത് 1951 അപ്പോൾ 1950കളിലാണ് ഇതൊരു പ്രൊഫഷനായി മാറുന്നത്. Let's look at some of the technical documents. എന്തൊക്കെയാണ് ഈ ടെക്നിക്കൽ രേഖകൾ അഥവാ സാങ്കേതിക രേഖകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ടെക്നിക്കൽ റൈറ്റർ അഥവാ ടെക്നിക്കൽ കമ്മ്യൂണിക്കേറ്റർ തയ്യാറാക്കേണ്ടി വരുന്ന സാങ്കേതിക രേഖകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ലെറ്റേഴ്സ്, മെമോസ്, ഇമെയിൽസ്, ടെക്നിക്കൽ പ്രൊപ്പോസൽസ്, ടെക്നിക്കൽ റിപ്പോർട്ട്സ്, യൂസർ മാനുവൽസ് ആൻഡ് സോ ഓൺ. What are the various steps involved in the process of technical writing? Technical writing അഥവാ സാങ്കേതിക രചനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്ലാനിംഗ്, ഡ്രാഫ്റ്റിംഗ് ഓർ റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് ഒരു ടെക്നിക്കൽ രചന കടന്നു പോകുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. പ്ലാനിംഗ് അതായത് ആസൂത്രണം, പിന്നെ ഡ്രാഫ്റ്റിംഗ് ഓർ റൈറ്റിംഗ് എഴുത്തിൻ്റെ ഘട്ടം, ദെൻ എഡിറ്റിങ്ങിൻ്റെ ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ടെക്നിക്കൽ റൈറ്റിങ്ങിന് ഉള്ളത്. നമുക്ക് ബ്രീഫായിട്ട് ഒന്ന് നോക്കാം പ്ലാനിംഗ് ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത്. ഐഡന്റിഫൈയിങ് ദ ഓഡിയൻസ്, ഡിഫൈനിങ് ദ കണ്ടന്റ്, ഓർഗനൈസ് ദ കണ്ടന്റ്. A skeleton of the article is formed at this stage. പ്ലാനിംഗ് ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഓഡിയൻസ് ആരാണെന്ന് കണ്ടെത്തുക. എന്ന് വച്ചാൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആർക്കു വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെന്റുകൾ അഥവാ ടെക്നിക്കൽ രേഖകൾ, സാങ്കേതിക രേഖകൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ഉള്ളടക്കം എന്താണെന്ന് തീരുമാനിക്കുകയും ഉള്ളടക്കം കൃത്യമായി ക്രമപ്പെടുത്തുകയും ചെയ്യുക. ഡോക്യുമെന്റിന്റെ രൂപരേഖ ഈ ഘട്ടത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത്.
Then second stage is drafting. എഴുത്തിൻ്റെ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. It is the actual writing process. And ഈ റൈറ്റിംഗ് സ്റ്റേജിൽ എഴുത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ് ലാംഗ്വേജ് അക്കോർഡിംഗ് ടു ദി നോളജ് ലെവൽ ഓഫ് ദി ഓഡിയൻസ്. ഓഡിയൻസ് ആരാണെന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓഡിയൻസിൻ്റെ നോളജ് ലെവലിനനുസരിച്ച് ഭാഷ ഉപയോഗിക്കുക. പ്ലെയിൻ ലാംഗ്വേജ് ഇസ് പ്രിഫറബിൾ. നേരിട്ടുള്ളതും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായ ഭാഷയാണ് അഭികാമ്യം. അവോയ്ഡ് റെപ്പിറ്റിഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്. ആവർത്തിച്ചു വരുന്ന ആശയങ്ങളും വാക്കുകളും ഒഴിവാക്കേണ്ടതുണ്ട്. മെയിൻറ്റെയിൻ ആൻ ഇംപേഴ്സണൽ ആൻഡ് ഫോർമൽ ലാംഗ്വേജ്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും പ്രസക്തിയില്ല. വ്യക്തിപരമല്ലാത്ത ഒരു ശൈലിയാണ് അവലംബിക്കേണ്ടത്. സേ എവറിത്തിങ് ക്ലിയർലി. എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. യൂസ് മിനിമം വേർഡ്സ് ടു കൺവേ ആൻ ഐഡിയ. വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ഒരു ആശയം വ്യക്തമാക്കാൻ സാധിക്കണം. യൂസ് പിക്ചേഴ്സ് ആൻഡ് ഇൻഫോഗ്രാഫിക്സ്. ചിത്രങ്ങളും ഇൻഫോഗ്രാഫിക്സും ഉപയോഗിച്ച് ആശയം കൂടുതൽ വ്യക്തമാക്കാവുന്നതാണ്. Then editing. It is the final and the most important stage. എഡിറ്റിംഗ് ആണ് ഏറ്റവും അവസാനത്തെ ഘട്ടം. സാങ്കേതിക രചനയുടെ അവസാനത്തെയും പക്ഷേ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഘട്ടമാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? The technical writer has to read, reread and rectify all the mistakes. Make sure that the language used is apt for the level of the audience. ഓഡിയൻസിൻ്റെ ലെവലിനനുസരിച്ച രീതിയിലാണോ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിക്കണം. തെറ്റുകൾ കണ്ടെത്തിയാൽ അവ തിരുത്തുക. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷാപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അവ ലളിതമാക്കേണ്ടതാണ്. വേണ്ടത്ര ചിത്രങ്ങളില്ല എങ്കിൽ അവയും കൂട്ടിച്ചേർക്കണം. ഇതെല്ലാം നടത്തുന്നത് എഡിറ്റിംഗ് ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു ടെക്നിക്കൽ രചന അഥവാ സാങ്കേതിക രചനയ്ക്ക് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്: പ്ലാനിംഗ്, റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. Before getting into the structure of a user manual, we need to know what a user manual is. A user manual is a small booklet or leaflet that gives an elaborate account of the product and is attached with the package of the product. It describes the installation, operation and maintenance of the product. ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നത്തോടൊപ്പം ലഭിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് അഥവാ ലീഫ്ലെറ്റിനെയാണ് നമ്മൾ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മാർഗരേഖയുമാണ് യൂസർ മാനുവലിൽ ഉണ്ടാകുക. അപ്പോൾ ഒരു പ്രായോഗിക മാർഗരേഖയാണ് യൂസർ മാനുവൽ എന്ന് പറയുന്നത്. യൂസർ മാനുവൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്കായി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഒരു വാൾ മൗണ്ട് ഫാനിൻ്റെ യൂസർ മാനുവലാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്? ഇതിൻ്റെ കവർ പേജാണിത്. ഈ യൂസർ മാനുവലിൻ്റെ കവർ പേജാണിത്. ഇവിടെ നമുക്ക് ഈ ഫാനിൻ്റെ ചിത്രം കാണാം. അതോടൊപ്പം ആ ബ്രാൻഡിൻ്റെ നെയിമുണ്ട്. കമ്പനിയുടെ പേര് ബജാജ്. അതിൻ്റെ ലോഗോ കാണുന്നുണ്ട്. ഇൻസ്പയറിംഗ് ട്രസ്റ്റ് സ്ലോഗൻ കാണാം. അതുപോലെ പ്രോഡക്റ്റിൻ്റെ പേരും അതിൻ്റെ മോഡൽ നമ്പറും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, യൂസർ മാനുവൽ തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ആമുഖം കാണാം. ആ ആമുഖത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ പർച്ചേസ് ഓഫ് ദി ന്യൂ ബജാജ് ഫാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണിത് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇവിടെ ബാക്കി വിശദീകരണങ്ങൾ കാണാം. അതായത് എങ്ങനെയാണ് പ്രോഡക്റ്റ് അസംബിൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസും, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, പ്രിക്കോഷൻസ്, വാർണിംഗ്സ്, അതൊക്കെയാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഘടന എന്താണ് എന്ന് പരിശോധിക്കാം. കവർ പേജ്.
It is the identity of the product as well as the company. It may contain the name of the product, model number, slogan, image, logo, etc. പുറം ചട്ട, അതായത് യൂസർ മാനുവലിന് വ്യക്തിത്വം നൽകുന്നത് അതിൻ്റെ പുറം ചട്ട അഥവാ കവർ പേജാണ്. സാധാരണയായി കവർ പേജിൽ ഉൽപ്പന്നത്തിൻ്റെ പേര്, മോഡൽ നമ്പർ, ലോഗോ, സ്ലോഗൻ തുടങ്ങിയവ ഉൾക്കൊള്ളിക്കുന്നു. Then precaution. It contains the hazards or dangers that may occur while operating the product. It generally includes the do's and don'ts. മുന്നറിയിപ്പുകൾ, അതായത് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത്. ടേബിൾ ഓഫ് കോണ്ടൻസ്, TOC, അതായത് ഉള്ളടക്കം. It indicates the contents that are included in the manual. It helps to easily locate the required information. ഒരു മാനുവലിന് അകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അത് ഏതൊക്കെ പേജുകളിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് TOCയിൽ നൽകുന്നത്. ആവശ്യമുള്ള വിവരങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിനാണ് TOC നൽകുന്നത്. Then introduction. It consists of the benefits of the product. Sometimes it addresses the customer by thanking or congratulating him or her for choosing the product. ആമുഖം, ഉൽപ്പന്നം വാങ്ങിയതിൽ ഉപഭോക്താവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാചകമാവാം ഇൻട്രൊഡക്ഷനിൽ തുടക്കത്തിൽ ചേർക്കുന്നത്. ചിലപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഉൾക്കൊള്ളിക്കാറുണ്ട്. Abbreviations. Abbreviations are generally used for lengthy technical words. Explanations of the short forms are given in a page, usually at the end of the user manual. യൂസർ മാനുവലിന് അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ചുരുക്കരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു പേജിൽ നൽകുന്നു. വലിയ സാങ്കേതിക പദങ്ങൾക്കാണ് സാധാരണയായി ചുരുക്കരൂപങ്ങൾ ഉപയോഗിക്കാറുള്ളത്. Then list of tools. It indicates the tools that are required to complete a task. ഉപകരണങ്ങളുടെ പട്ടിക എന്ന് വെച്ചാൽ ഒരു കൃത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ഒരു കൃത്യം നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനാവശ്യമായിട്ട് വരിക എന്നത് ആദ്യം കൂട്ടി പറയുമ്പോൾ അത് എടുത്തു വെച്ചതിന് ശേഷം മാത്രം ആ കൃത്യത്തിലേക്ക് കടന്നാൽ മതിയാകും. Technical specifications. It introduces the product and its important parts to the user. The parts are labeled with the help of a diagram. Each part is numbered and defined for easy comprehension. സാങ്കേതിക സവിശേഷതകൾ. ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗവും വ്യക്തമാക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ ചിത്രം വരച്ച് വ്യത്യസ്ത ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നു. ഓരോ ഭാഗവും അക്കമിട്ട് വിശദമാക്കുകയും ചെയ്യുന്നു. Then narration of the task. It includes the instructions to carry out a task step by step. It helps to complete the task successfully. ഒരു ടാസ്ക് എങ്ങനെ പൂർത്തിയാക്കണമെന്നതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള വിശദീകരണമാണ് പ്രവർത്തന വിവരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഒരു കൃത്യം വളരെ കാര്യക്ഷമമായും വിജയകരമായും പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് is warranty. It shows the responsibility of the company on a product. It states that in case of any malfunction or serious damage that occurs to the product within a designated period, the product will be replaced or repaired at the cost of the company. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് കമ്പനിയുടെ സ്വന്തം ചെലവിൽ മാറ്റി നൽകുകയോ ശരിയാക്കുകയോ ചെയ്യും എന്ന ഉറപ്പാണ് വാറന്റിയിലൂടെ നൽകുന്നത്. ഉൽപ്പന്നത്തിന് മേലുള്ള കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് വാറന്റിയിലൂടെ രേഖപ്പെടുത്തുന്നത്. Then accessories.
These are extra fittings provided with the product. They are value-added services from the company and they also aim at customer satisfaction. ഘടകഭാഗങ്ങൾ. ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതോടൊപ്പം ലഭിക്കുന്ന അധിക സാധനങ്ങളും സേവനങ്ങളുമാണ് ആക്സസറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താക്കളെ സംതൃപ്തരാക്കാനും ഒരു പരിധിവരെ ഇതുകൊണ്ട് സാധിക്കുന്നു.